മക്കളെ ഗുഡ് ആഫ്റ്റർനൂൺ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 6 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത് 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അവരുടെ ഡൊമെയിന്, പ്രിൻസിപ്പൽ വാല്യൂ, റേഞ്ച്, ഗ്രാഫ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് അവരുടെ ഡൊമെയിന്, റേഞ്ചുകളൊക്കെ ഒന്നും കൂടി പറഞ്ഞിട്ട് ഒന്ന് കമ്പയർ ചെയ്യാണ്. നമുക്കതിൻ്റെ ഡൊമെയിൻ റേഞ്ചുകളൊന്നും ഒന്ന് ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക. ഫംഗ്ഷന്, ഡൊമെയിന്, റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. ഇനി റേഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ആണ് കേട്ടോ. ഒന്നാമത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ y is equal to sin inverse x അല്ലേ. ഇതിൻ്റെ ഡൊമെയിന് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 1. ഇതിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2. Then second, y equal to cos inverse x. Domain closed interval -1 to 1. Range closed interval 0 to π. Third, y equal to tan inverse x. ഡൊമെയിന് R അഥവാ ഓപ്പൺ ഇൻ്റർവെൽ -∞ to ∞. റേഞ്ച് ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2. Fourth one, y equal to cot inverse x. ഡൊമെയിന് R, റേഞ്ച് ഓപ്പൺ ഇൻ്റർവെൽ 0 to π. Fifth one, y is equal to cosec inverse x. ഡൊമെയിന് R മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -1 1. റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -π/2 to π/2 minus set to 0. Sixth one, y equal to sec inverse x. Domain R minus open interval -1 to 1. Range closed interval 0 to π minus set π/2. അപ്പോൾ ഇതാണ് 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അവരുടെ ഡൊമെയിന്, റേഞ്ച് നമ്മൾ 6 ക്ലാസ്സുകളിലായിട്ട് കണ്ടു. ഇതിൻ്റെ ഗ്രാഫും നമ്മൾ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇനി ഇവിടെ ചെറിയൊരു കമ്പാരിസൺ നടത്താൻ പോവാണ്. നിങ്ങൾ ആദ്യം ഡൊമെയിൻ നോക്കൂ. ഈ കൂട്ടത്തിൽ ഒരേ ഡൊമെയിനുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെയാണ്? ഡൊമെയിൻ കോളത്തിൽ നോക്കൂ. യെസ്, ആദ്യത്തെ 2 ഒരേ ഡൊമെയിനാ. അപ്പൊ സൈൻ ഇൻവേഴ്സിനും കോസ് ഇൻവേഴ്സിനും ഒരേ ഡൊമെയിനാ. ക്ലോസ്ഡ് ഇന്റർവെൽ -1 to 1. ടാൻ ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും ഒരേ ഡൊമെയിനാ. ഓൾ റിയൽ നമ്പേഴ്സ് R അഥവാ ഓപ്പൺ ഇന്റർവെൽ -∞ to ∞. കൊസീക് ഇൻവേഴ്സിനും സീക് ഇൻവേഴ്സിനും ഒരേ ഡൊമെയിനാണ്. R മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1. അപ്പൊ 2
ഒരേ ഡൊമെയിന്, അടുത്ത രണ്ടെണ്ണം ഒരേ ഡൊമെയിന്, അടുത്ത രണ്ടെണ്ണം ഒരേ ഡൊമെയിന്, അത് മനസ്സിൽ വെക്കുക കേട്ടോ. പിന്നെ റേഞ്ചിലേക്ക് വരുമ്പോൾ ഈ 6 പേരുടെ റേഞ്ചിൽ ഒരേ റേഞ്ചുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരേ സെറ്റ് തന്നെ വരുന്നതില്ലല്ലോ. എന്നാൽ ആൾമോസ്റ്റ് ഒരേ റേഞ്ച് വരുന്ന 3 പേര് അടുത്ത 3 പേരെ കാണാം. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് വണ്ണ് സൈൻ ഇൻവേഴ്സ്, അതിന്റെ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2. പിന്നെ മൂന്നാമത്തെ ടാൻ ഇൻവേഴ്സിലേക്ക് വന്നാൽ അതിന്റെ റേഞ്ച് ഓപ്പൺ ഇന്റർവൽ -π/2 to π/2. പിന്നെ അഞ്ചാമത്തെ കൊസീക് ഇൻവേഴ്സിന്റെ ഡൊമെയിന് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 to π/2 എക്സ്ക്ലൂഡിങ് 0. ആ 3 പേർക്ക് ഒരേ റേഞ്ച് അല്ലെങ്കിലും ആൾമോസ്റ്റ് സെയിം ആണ്. ആ 3 റേഞ്ചിലും പോസിറ്റീവ് നമ്പറും ഉണ്ട്, നെഗറ്റീവ് നമ്പറും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ y വാല്യൂവിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 3 പേരുടെ ഗ്രാഫ് നമ്മൾ കണ്ടിരുന്നു. പകുതി എക്സ് ആക്സിന്റെ മുകളിലും പകുതി എക്സ് ആക്സിന്റെ താഴെയായിട്ട് കാണാം. എന്നാൽ അടുത്ത 3 എണ്ണം കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ 0π, കോട്ട് ഇൻവേഴ്സ് ആകുമ്പോൾ അത് ഓപ്പൺ ഇന്റർവൽ 0π, സീക്ക് ഇൻവേഴ്സ് ആകുമ്പോൾ അത് ക്ലോസ്ഡ് ഇന്റർവൽ 0π എക്സ്ക്ലൂഡിങ് π/2. ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. ഈ 3 റേഞ്ചിലും നെഗറ്റീവ് നമ്പറേ ഇല്ല. അതുകൊണ്ട് തന്നെ y വാല്യൂസിൽ നെഗറ്റീവേ ഇല്ല. അതുകൊണ്ട് തന്നെ ആ 3 പേരുടെ ഗ്രാഫ് എക്സ് ആക്സിന്റെ താഴേക്ക് വന്നിട്ടേ ഇല്ല. അതാണ് അതിന്റെ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ കിട്ടുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി കൺസെപ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ ഡൊമെയിനുള്ള 2 പേരെ ഗ്രാഫ് നമ്മൾ സെപ്പറേറ്റ് വരച്ചത് ഒരേ ആക്സസിൽ വരക്കാൻ പോവാം. അപ്പൊ ആദ്യം ഒരേ ഡൊമെയിനുള്ള 2 ആൾ ആരൊക്കെയാ? സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും. ആ 2 പേരുടെ ഗ്രാഫ് ഒരേ ആക്സിസിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. 2 ഗ്രാഫും വേറെ വേറെ നിങ്ങളെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് വരക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ. രണ്ടുപേരുടെയും ഡൊമെയിന് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. പിന്നെ റേഞ്ചിലേക്ക് വരുമ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെത് മേലോട്ട് π/2 വരെ, താഴേക്ക് -π/2 വരെ. കോസ് ഇൻവേഴ്സിൻ്റെത് കംപ്ലീറ്റ് മേലേക്കാണ്, 0 to π വരെ. സൈൻ ഇൻവേഴ്സിന്റെ ഷേപ്പ് 1-ൻ്റെത് π/2, -1-ൻ്റെത് -π/2, എന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരുന്നു. ഈ ബ്ലൂ കളറാണ് = കോസ് ഇൻവേഴ്സിൻ്റെത് 1-ൻ്റെത് വരുമ്പോൾ 0, -1-ൻ്റെത് π ആണ്. ഈ ഒരു ഷേപ്പായിരുന്നു y cos inverse x. അപ്പൊ ഈ 2 ഗ്രാഫുകൾ ഒന്നിൽ വരച്ചപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബ്ലൂ കളറുള്ള കർവും ഈ റെഡ് കളറുള്ള കർവും എത്ര പ്രാവശ്യം ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്, കൂട്ടിമുട്ടിയിട്ടുണ്ട്? ഒറ്റ പ്രാവശ്യം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കാണുന്ന ഒരൊറ്റ ഇന്റർസെക്ഷൻ മാത്രം. ആ ഇന്റർസെക്ഷൻ നടന്ന സ്ഥലത്ത് എക്സ് കോർഡിനേറ്റ് എത്ര, വൈ കോർഡിനേറ്റ് എത്ര എന്ന് ആലോചിച്ച് നോക്കി. അവിടുത്തെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും കൂട്ടിമുട്ടിയതല്ലേ. അപ്പൊ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഈക്വൽ ആയതാ.
അപ്പോൾ ഒരു നമ്പറിന് മാത്രമേ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഈക്വൽ ആവുള്ളൂ. ആ നമ്പർ ഏതാണ്? അതാണ് അവിടുത്തെ എക്സ് കോർഡിനേറ്റ്. അങ്ങനെ ഈക്വൽ ആയി വരുന്ന സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സിന്റെ ആൻസർ എത്രയാണ്? അതാണ് അവിടുത്തെ വൈ കോർഡിനേറ്റ്. അപ്പം ഞാൻ പറയുന്നത് ഈ ഇന്റർസെക്ഷൻ നടത്തുന്ന ഈ സ്ഥലത്തെ എക്സ്, അവിടുത്തെ എക്സ് ഞാൻ അങ്ങോട്ട് മാറ്റി ചെയ്തിട്ടുണ്ടേ. അവിടുത്തെ എക്സ് വാല്യൂ ആരെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഒരേ ആൻസർ കിട്ടിയിരുന്നത്? യെസ്, 1/√2. 1/√2ന്റെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഒരേ ആൻസറാണ്. ഇനി അവിടുത്തെ വൈ കോർഡിനേറ്റ് ഈ ഹൈറ്റ്, അവിടുത്തെ വൈ കോർഡിനേറ്റ് 1/√2ന്റെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഈക്വലാ. എത്രയായിരുന്നു അത്? യെസ്, അതന്നെ, π/4. അപ്പോൾ ഒരൊറ്റ നമ്പറിന്റെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഈക്വൽ ആവും 1/√2ന്റെ. അത് എത്രയെന്ന് ചോദിച്ചാൽ π/4. വേറെ ഒരു നമ്പറിനും 1/√2 അല്ലാത്ത ഒരൊറ്റ നമ്പറിനും സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഈക്വൽ ആവില്ല. അതൊരു കൺസെപ്റ്റാണ്. ഇനി വീണ്ടും നോക്കുക, നമ്മൾ ഈ ഗ്രാഫിലേക്ക് തന്നെ തിരിച്ചു വരിക. -1 തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ പുറപ്പെടുമ്പോൾ സൈൻ ഇൻവേഴ്സ് -π/2 സ്റ്റാർട്ട് ചെയ്യാണ്. കോസ് ഇൻവേഴ്സ് എന്നാൽ കുറെ ഉയരത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് π സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ഈ ഇന്റർസെക്ഷൻ നടക്കുന്നത് വരെ റെഡ് മുകളിലും ബ്ലൂ താഴെയല്ലേ. ഇപ്പം -1 തുടങ്ങിയിട്ട് 1/√2 എക്സ് വാല്യൂ 1/√2 എത്തുന്നത് വരെ സൈൻ ഇൻവേഴ്സ് ചെറുതും കോസ് ഇൻവേഴ്സ് വലുതും. 1/√2 ആവുമ്പോൾ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഈക്വൽ ആയി. അത് കഴിഞ്ഞ് 1/√2 കഴിഞ്ഞിട്ട് 1 വരെ എത്തുമ്പോൾ 1/√2 കഴിഞ്ഞ് 1 വരെയുള്ള ഇൻ്റർവെല്ലിൽ എക്സ് ആക്സിമൊക്കെ നോക്ക്. 1/√2 കഴിഞ്ഞിട്ട് 1 വരെ ഉള്ള ഇൻ്റർവെല്ലിൽ ബ്ലൂ മേലെയും റെഡ് താഴോട്ടും വന്നില്ലേ എന്ന് പറഞ്ഞാൽ 1/√2 മുതൽ 1 വരെയുള്ള നമ്പറുകൾക്ക് സൈൻ ഇൻവേഴ്സ് വലുതും കോസ് ഇൻവേഴ്സ് ചെറുതുമാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടാവുന്ന കുറച്ച് ഇനീക്വാളിറ്റീസ് ഉണ്ട്. ഇനീക്വാളിറ്റീസ്, അതിൻ്റെ ആൻസറുകൾ, അതേപോലെ ഒരു ഇക്വേഷന് അതിൻ്റെ ആൻസറൊക്കെ ഉണ്ട്. ഞാനതൊന്ന് ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഗ്രാഫ് മനസ്സിലുണ്ടാവണേ, എന്നാലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പം ആദ്യമായിട്ട് ഒരാൾ നമ്മളോട് പറയാണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എക്സ് എത്രയാണ്. ഒരുപാട് ആൻസറൊന്നുമില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഒറ്റ ആൻസറുള്ളൂ. എത്രയാ? 1/√2. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കണ്ടാൽ പിന്നെ എക്സിന് ഒരുപാട് വാല്യൂസ് ഒന്നുമില്ല. ഒരൊറ്റ ആൻസർ എക്സ് ഈക്വൽ ടു 1/√2. കാരണം സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും ഗ്രാഫ് ഒരൊറ്റ പോയിന്റിലേ ഇന്റർസെക്റ്റ് ചെയ്യുള്ളൂ. ആ ഇന്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ എക്സ് വാല്യൂ 1/√2. ഇനി അടുത്തതൊരു ഇനീക്വാളിറ്റിയാണ്. അത് ഞാൻ അടുത്ത പേജിലേക്ക് ഇത് കളഞ്ഞിട്ട് പറയും. ഈ ഗ്രാഫ് മനസ്സിലുണ്ടാവണേ. ഇങ്ങനെയാണ് ഇനീക്വാളിറ്റി. സൈൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ചെറുതും കോസ് ഇൻവേഴ്സ് വലുതും. അപ്പം എക്സ് ഒരു എക്സ് ഒന്നുമല്ല, ഒരുപാട് എക്സ് ഉണ്ടാവും. എക്സ് ബിലോങ്സ് ടു, ആ ഗ്രാഫ് വലിയ ഞാൻ പറഞ്ഞു, -1 സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കൂട്ടിമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ 1/√2 വരെ സൈൻ ഇൻവേഴ്സ് ചെറുതും കോസ് ഇൻവേഴ്സ് വലുതും. അപ്പോൾ എക്സ് ബിലോങ്സ് ടു
closed -1 open 1/√. Open. -1 ക്ലോസ്ഡ് ആണ്, എന്നാൽ 1/√2 അവിടെ ഓപ്പൺ ആണ്. എന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്, ഈക്വൽ ടുവിനും കൂടി ചാൻസ് ഉണ്ടെങ്കിൽ എന്താ വ്യത്യാസം നിങ്ങൾ പറയും? എക്സ് ബിലോങ്സ് ടു, ഇവിടെ വ്യത്യാസമില്ല, ക്ലോസ്ഡ് -1 1/√2 കൂടി ഉൾപ്പെടുത്താം, അപ്പം അവിടെയും ക്ലോസ്ഡ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ് എങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് -1 ക്ലോസ്ഡ് 1/√2. ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അതിലേക്ക് നേരത്തെ വരച്ച കുട്ടിമുട്ടി വരച്ച ഗ്രാഫില്ലേ, അതിൽ സൈൻ ഇൻവേഴ്സ് വലുതും കോസ് ഇൻവേഴ്സ് ചെറുതും. സൈൻ ഇൻവേഴ്സിന്റെ കർവ് മുകളിലും കോസ് ഇൻവേഴ്സിന്റെ കർവ് താഴെ. എക്സ് ബിലോങ്സ് ടു ഓപ്പൺ 1/√2 ടു ക്ലോസ്ഡ് 1. 1/√2 അവിടെ ഓപ്പൺ 1 ക്ലോസ്ഡ്. അത്രയും സ്ഥലത്താണ് സൈൻ ഇൻവേഴ്സ് വലുതും കോസ് ഇൻവേഴ്സ് ചെറുതും വരും. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ പറയണ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ് ഇനീക്വാളിറ്റി എങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്, എക്സ് ബിലോങ്സ് ടു, ഇവിടെയും കൂടി ക്ലോസ് ചെയ്താൽ മതി. ഇത്രയും പോയിന്റ്സ് നമുക്ക് ആ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് വലിയ ടൈപ്പ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ 2 എണ്ണം കൂടി വരയ്ക്കാനുണ്ട്. ഇനി ഒരേ ഡൊമൈനുള്ള ആരൊക്കെ ഉണ്ടായിരുന്നത്? 2 പേര്, ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും. അപ്പോൾ അവരുടെ ഗ്രാഫ് ഞാൻ ഒരു ആക്സിസിൽ വരയ്ക്കാം. സീറോ. ടാൻ ഇൻവേഴ്സിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ -π/2 ടു π/2 ആണ്. അതിന് ഓപ്പൺ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബൗണ്ടറി ലൈൻ ഇങ്ങനെ ഇടും. കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈന് മേലോട്ട് 0 ടു π വരെയാണ്. π അത് ഓപ്പൺ ഇൻ്റർവെല്ലായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബൗണ്ടറി ലൈൻ, 0 ബൗണ്ടറി ലൈൻ അവിടെ ഓൾറെഡി എക്സ് ആക്സിസ് ഉള്ളതുകൊണ്ട് ഇനി ഇടേണ്ടില്ല. എന്നിട്ട് ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഞാൻ റെഡിലും മറ്റത് വേറെ കളറിലും വരക്കാം. ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കയറി വന്ന് കുറച്ച് കൂടെ കയറി ഈ ടൈപ്പിൽ പോയതായിരുന്നു. y equal to tan inverse x. റെഡ് കാണുന്നത് y equal to tan inverse x കേട്ടോ. ഇനി ഇത് തന്നെ കോട്ട് ഇൻവേഴ്സ് നമ്മൾ വരക്കുമ്പോൾ കോട്ട് ഇൻവേഴ്സ് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വന്ന ഷേപ്പായിരുന്നു. ഈ ബ്ലൂ കളറാണ് y equal to കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്.
ഈ രണ്ട് ഗ്രാഫ് ഒരേ ഡൊമൈൻ ആണ്, റേഞ്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, നോക്കൂ, ഈ രണ്ട് കർവുകൾ എത്ര പ്രാവശ്യം ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്? ഈ റെഡും ഈ ബ്ലൂ ഒറ്റ പ്രാവശ്യം ഇന്റർസെക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇതാ ഇവിടെയാണത്, ഇവിടെ ഈ സ്ഥലത്ത് ഒരു എക്സ് വാല്യൂ ഉണ്ടാവും, കറസ്പോണ്ടിങ് ഒരു വൈ വാല്യൂ ഉണ്ടാവും. ഇവിടുത്തെ എക്സ് വാല്യൂ എത്ര ഉണ്ടാവും? ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഒരേ ആൻസർ വരുന്ന നമ്പർ. ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഒരേ ആൻസർ വരുന്നത് എസ് എക്സ് ഈക്വൽ ടു 1. അതിൻ്റെ വൈ വാല്യൂ ഐ ഈക്വൽ വരുന്ന ടാൻ ഇൻവേഴ്സിൻ്റെ ആൻസർ എത്രയായിരുന്നു? 1ൻ്റെ ടാൻ ഇൻവേഴ്സും 1ൻ്റെ കോട്ട് ഇൻവേഴ്സും ഒരേ നമ്പർ. ആ നമ്പർ ഏതായിരുന്നു? π/4. ഓക്കെ, അപ്പോൾ 1 എന്ന നമ്പറിന് മാത്രമാണ് ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഈക്വൽ ആവുക. വേറെ ഒരു നമ്പറിനും ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഈക്വൽ ആവില്ല. ഇനി നോക്കൂ, നമ്മുടെ ഡൊമൈൻ 6 ആണല്ലോ, -∞ to ∞ ഓപ്പൺ ഇൻ്റർവൽ. -∞ വന്നിട്ട് നമ്മൾ ഇന്റർസെക്ഷൻ നടക്കുന്ന x = 1 വരെ ബ്ലൂ മേലെയും റെഡ് താഴെയല്ലേ എന്ന് പറഞ്ഞാൽ -∞ to 1 വരെയുള്ള നമ്പറുകൾക്ക് ടാൻ ഇൻവേഴ്സ് ചെറുതും കോട്ട് ഇൻവേഴ്സ് വലുതും. 1ൽ രണ്ടാളും ഈക്വൽ ആവും. 1 കഴിഞ്ഞ് മേലോട്ട് കയറിയാൽ, എക്സ് 1 കഴിഞ്ഞ് വലതു ഭാഗത്തേക്ക് കയറിയാൽ ആ റെഡ് മുകളിൽ കയറിയത് കാണാം, ബ്ലൂ താഴെയും കാണാം. എന്ന് പറഞ്ഞാൽ 1ൻ്റെ മേലോട്ടുള്ള നമ്പറുകൾക്ക് ടാൻ ഇൻവേഴ്സ് വലുതും കോട്ട് ഇൻവേഴ്സ് ചെറുതും. അപ്പം നേരത്തെ ലിസ്റ്റ് ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് implies എക്സ് ഒറ്റ വാല്യൂ ഉള്ളൂ 1. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സിന് ഒറ്റ ആൻസർ ഉള്ളൂ, എക്സ് ഈക്വൽ ടു 1. ഇനി നമുക്ക് നേരത്തെ പോലെ കുറച്ച് ഇനീക്വാളിറ്റീസ് പറഞ്ഞിട്ട് അപ്പോൾ എക്സിൻ്റെ സ്ഥലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തേക്ക് എഴുതാം. നിങ്ങളുടെ മനസ്സിൽ ഈ ഗ്രാഫ് ഉണ്ടാവണേ. -∞ പുറപ്പെട്ടിട്ട് 1 വരെ കോട്ട് ഇൻവേഴ്സിൻ്റെ വില വലുതും ടാൻ ഇൻവേഴ്സ് ചെറുതും. 1 കടന്ന് മേലോട്ട് കയറിയാൽ ടാൻ ഇൻവേഴ്സ് വലുതും കോട്ട് ഇൻവേഴ്സ് ചെറുതും. അപ്പോൾ ഇനീക്വാളിറ്റി ഇതാണ് അല്ലോ, ടാൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ കോട്ട് ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് ചെറുതും കോട്ട് ഇൻവേഴ്സ് വലുതും. എക്സ് ബിലോങ്സ് ടു -∞ ഓപ്പൺ 1 ഓപ്പൺ ഈ ഇൻ്റർവെല്ലിൽ. അത് തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് പറയാം, എക്സ് ബിലോങ്സ് ടു ഓപ്പൺ -∞ ക്ലോസ്ഡ് 1. 1നെയും കൂടി അതിൽ ഉൾപ്പെടുത്താം. ഇനി ഇനീക്വാളിറ്റി ഇങ്ങനെയാണ്, ടാൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ കോട്ട് ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് വലുതാണ്, അപ്പോൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 1 to ∞. ടാൻ ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 1 to ∞. ക്ലിയർ അല്ലേ? ഇനി ഒരേ ഡൊമൈനുള്ള രണ്ടെണ്ണം ഏതൊക്കെയായിരുന്നു? കൊസീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും. ഇതേ പണി അവർക്കും കൂടി ചെയ്യാം പെട്ടെന്ന്. ആക്സസ് 0, ഇവിടേക്ക് 1 വേണമായിരുന്നു, ഇവിടേക്ക് -1. റേഞ്ച് കൊസീക്ക് ഇൻവേഴ്സിൻ്റെത് ക്ലോസ്ഡ് -π/2 to π/2,
excluding 0. Sec inverse ൻ്റെത് closed 0 to pi excluding pi by 2. അപ്പോൾ 0ൽ ഒരു വെർട്ടിക്കൽ ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ അത് എക്സ് ആക്സ് ഉണ്ട്. പിന്നെ പൈ ബൈ 2ൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ ഇടണം. ഞാൻ കൊസീക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് റെഡിലും മറ്റത് ബ്ലൂവിലും വരക്കാം. കൊസീക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് 1 ആകുമ്പോൾ പൈ ബൈ 2 എന്നാണ് തുടങ്ങാം. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ആയിരുന്നു ഒരു കഷ്ണം. -1 ആകുമ്പോൾ -π by 2 എന്ന് ഈ ഒരു കഷ്ണം. ഇത് റെഡ് കാണുന്നത് y equal to cosec inverse x. ഇനി നമുക്ക് അടുത്തത് വേറെ കളറിൽ സീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ഒരു കഷ്ണം ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ടൈപ്പിലായിരുന്നു. -1 ആകുമ്പോൾ അത് പൈ ആണ്. ഇത് ഈ ബ്ലൂവിൽ കാണുന്നതാണ് 2 പീസാണ് y equal to sec inverse x. അപ്പോൾ നോക്കാം ഈ 2 കളറുള്ള ഗ്രാഫുകൾ എത്ര പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടടാ? ഒറ്റ ഇന്റർസെക്ഷൻ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അവിടെ ഒരു എക്സ് ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ടൊരു വൈ ഉണ്ടാവും. നിങ്ങൾ വേഗം പറയും. സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ഈക്വൽ ആവണം. അങ്ങനത്തെ എക്സ് ഏതാണ്? യെസ്, √2. √2ൻ്റെ സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ഒരേ ആൻസറാണ്. ആ ആൻസർ π/4. ഇപ്പോൾ √2 എന്ന നമ്പറിൻ്റെ സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും സെയിം ആണ്. വേറൊരു നമ്പറിനും കൊസീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും ഈക്വൽ ആവില്ല. ഇനി ഇവരുടെ കോമൺ ഡൊമൈനിൽ നമ്മൾ നിൽക്കുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ വലുത് ചെറുതെന്ന് ആലോചിക്കും. നെഗറ്റീവ് സൈഡിൽ എന്ന് പറഞ്ഞാൽ -∞ to -1 വരെ കംപ്ലീറ്റ് ആവുമ്പോൾ, ഫുള്ളിൽ നിൽക്കുമ്പോൾ ബ്ലൂ മേലെ റെഡ് താഴെയല്ലേ. അപ്പോൾ -∞ to -1 വരെയുള്ള നമ്പറുകൾക്കൊക്കെ കൊസീക്ക് ഇൻവേഴ്സ് ചെറുതും സീക്ക് ഇൻവേഴ്സ് വലുതും. അത് കഴിഞ്ഞ് അടുത്ത ഡൊമൈൻ സ്ഥലത്തേക്ക് വരുമ്പോൾ 1 നിന്ന് തുടങ്ങിയിട്ട് ആ ഇൻ്റർസെക്ഷൻ നടക്കുന്ന √2 വരെ റെഡ് മുകളിലും ബ്ലൂ താഴെയാണ്. അപ്പോൾ 1 മുതൽ √2 വരെ കൊസീക്ക് ഇൻവേഴ്സ് വലുതും സീക്ക് ഇൻവേഴ്സ് ചെറുതും. √2 കടന്നാൽ പിന്നെയും ബ്ലൂ മേലെ കയറി. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് ചെറുതും സീക്ക് ഇൻവേഴ്സ് വലുതും. അപ്പോൾ √2ൻ്റെ സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ഈക്വൽ. -∞ to -1 വരെ കൊസീക്ക് ഇൻവേഴ്സ് ചെറുതും സീക്ക് ഇൻവേഴ്സ് വലുതും. 1 മുതൽ √2 വരെ കൊസീക്ക് ഇൻവേഴ്സ് വലുതും സീക്ക് ഇൻവേഴ്സ് ചെറുതും. √2 കടന്ന് മേലോട്ട് കയറിയാൽ വീണ്ടും കൊസീക്ക് ഇൻവേഴ്സ് ചെറുത് സീക്ക് ഇൻവേഴ്സ് വലുത്. അപ്പോൾ ആദ്യത്തെ ഒരു റിസൾട്ട് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു sec inverse x implies എക്സിന് ഒറ്റ വാല്യൂ ഉള്ളൂ √2. ഇനി കുറച്ച് ഇനീക്വാളിറ്റീസ് പറയാം, അടുത്തതിലേക്ക് പറയാം, ശ്രദ്ധിച്ചോ. അപ്പോൾ ഗ്രാഫ് മനസ്സിലുണ്ടാവണം കേട്ടോ. cosec inverse x less than sec inverse x implies x belongs to open -∞ close to -1 കംപ്ലീറ്റ് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റൈറ്റ് പോയി ലാസ്റ്റിൽ വീണ്ടും സംഭവിക്കുന്നുണ്ട്. യൂണിയൻ ഓപ്പൺ √2 to ∞. √2ൻ്റെ മേലോട്ട് വീണ്ടും കൊസീക്ക് ഇൻവേഴ്സ് ചെറുതാണ്. അത് തന്നെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ -∞ ക്ലോസ് ടു -1 യൂണിയൻ വ്യത്യാസം ക്ലോസ് √2 to ∞. അതാണ് വ്യത്യാസം.
റൂട്ടും കൂടി അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി കൊസീക്ക് ഇൻവേഴ്സ് എക്സ് വലുതാണ്, ഗ്രേറ്റർ ദാൻ സീക്ക് ഇൻവേഴ്സ് എക്സ്, ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു കുറച്ച് സ്ഥലത്തുണ്ട് ക്ലോസ്ഡ് 1 ഓപ്പൺ √2. അത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ഉണ്ടെങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 1 √2ൻ്റെ അവിടെയും ക്ലോസ്ഡ്. എത്രയാണ് ആ ഗ്രാഫ് വെച്ചിട്ട് ഒരേ ഡൊമൈനുള്ള ആളുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൺസെപ്റ്റുകൾ റിസൾട്ടുകൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അസൈൻമെൻറ്റ്സ് ഞാൻ നേരത്തെ ആഴ്ച ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യൽ ഈ ചാപ്റ്ററിലെ പഠിക്കേണ്ട ഫോർമുലകൾ, ട്രിഗണോമെട്രിയിൽ കുറേ ഫോർമുല ഉണ്ടായിരുന്നു, അത്രയൊന്നും ഇൻവേഴ്സിൽ ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. എന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് റിസൾട്ടുകളുണ്ട്. അത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.